അഴിമതിയെ ചൂലുകൊണ്ട് തുടച്ചു വൃത്തിയാക്കാനെത്തിയ സംഘടനയാണ് ആം ആദ്മി പാർട്ടി. ആപ്പിൻ്റെ നേതാവ് അരവിന്ദ് കെജ്രിവാളും ടീമും ഡൽഹിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അഴിമതിക്കെതിരെ രൂപം കൊണ്ട പാർട്ടി അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങി അടിതെറ്റുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഏറ്റവും ഒടുവിൽ അഴിമതി കേസിൽ കുടുങ്ങി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. കേജ്രിവാളിൻ്റെ പിൻഗാമിയെ നിശ്ചയിച്ചപ്പോൾ എല്ലാ ജാഗ്രതയും ആം ആദ്മി പുലർത്തി. അങ്ങനെയാണ് അതിഷി മെർലേനയെ ഡൽഹി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. മാസങ്ങളോളം കേജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചത് അതിഷിയായിരുന്നു. BJP അടക്കമുള്ള എതിരാളികൾക്ക് കൃത്യമായ മറുപടി നൽകിയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതെ നയിച്ചും അതിഷി കരുത്തുകാട്ടി. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ജോലികൾ നിർവഹിച്ചതും അതിഷി തന്നെയായിരുന്നു. ഇവയെല്ലാം പരിഗണിച്ചാണ് അതിഷിയെ അടുത്ത മുഖ്യമന്ത്രിയായി കേജ്രിവാൾ തീരുമാനിച്ചത്. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് കേജ്രിവാൾ രാജി പ്രഖ്യാപിച്ചത്. പിന്നീട് ചൊവ്വാഴ്ച വൈകിട്ട് 4:30 കേജ്രിവാൾ രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തു. ഇത് 3-ാം തവണയാണ് ഡൽഹിക്ക് വനിതാ മുഖ്യമന്ത്രിയെ ലഭിക്കുന്നത്. നേരത്തെ സുഷമ സ്വരാജ്, ഷീലാ ദീക്ഷിത് എന്നിവരും ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. AAPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അതിഷി മർലേന. നിലവിൽ കൽക്കാജി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ അതിഷി ജലവിഭവം, പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളിൽ മന്ത്രിയാണ്. ഡൽഹിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം മാറ്റം കൊണ്ടുവന്ന നയത്തിന് പിന്നിൽ അതിഷിയായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ പകരക്കാരനെ കണ്ടെത്താൻ ആം ആദ്മി പാർട്ടി നടത്തിയ ചർച്ച രാജ്യം മുഴുവൻ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത്. രാജ്യ തലസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്നത് കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകമായിരുന്നു. മുതിർന്ന AAP നേതാക്കളായ മനീഷ് സിസോദിയയും രാഘവ് ചദ്ദയും കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വസതിയിൽ സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ നാടകീയമായ രാജ്യപ്രഖ്യാപനത്തിൽ തന്നെ മനീഷ് സിസോദിയ തനിക്ക് പകരക്കാരനാകുമെന്ന സാധ്യത ഡൽഹി മുഖ്യമന്ത്രി തള്ളിയിരുന്നു. ഞാൻ മനീഷുമായി സംസാരിച്ചു. ഞങ്ങൾ സത്യസന്ധരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുത്തിയ ശേഷം മാത്രമേ അദ്ദേഹവും പദവികൾ കൈകാര്യം ചെയ്യൂ എന്നാണ് എന്നെ അറിയിച്ചത്. സിസോദിയയുടെയും എൻ്റെയും വിധി ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് എന്നായിരുന്നു ചർച്ചയ്ക്ക് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേജ്രിവാൾ പറഞ്ഞത്. ആം ആദ്മി നേതാക്കളുമായി അടച്ചിട്ട മുറിയിൽ നടത്തിയ യോഗത്തിലാണ് കേജ്രിവാൾ സ്ഥാനമൊഴിയാനുള്ള തീരുമാനമെടുത്തതെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി. 7 പേരുകളാണ് പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടത്. മന്ത്രിമാരായ അതിഷി, ഗോപാൽ റായ്, കൈലാഷ് എന്നിവർക്കൊപ്പം കേജ്രിവാളിൻ്റെ ഭാര്യ സുനിതയും ലിസ്റ്റിലുണ്ടായിരുന്നു. 1993 ബാച്ച് ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസറാണ് സുനിത കേജ്രിവാൾ. എന്നാൽ അഴിമതിക്ക് പുറമെ സ്വജനപക്ഷപാതമെന്ന ആരോപണത്തിന് കാരണമായേക്കുമെന്ന തീരുമാനമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു.